ചിക്കൻ ഹനീദ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞു. കട്ട് ചെയ്യാൻ നിൽക്കുന്ന ബംഗാളിക്ക് മനസ്സിലായില്ല, അയാൾ വലിയ വലിയ കഷ്ണങ്ങളാക്കി. ആവണോടത്തോളം പോട്ടെ ഇടറി. ഒരു ഭ്രാന്ത് വേണം, അപ്പോഴേ ജീവിക്കാൻ രസമുള്ളൂ. ഇതാണ് ഈ ചിക്കൻ ഹനീത്ത്. നിനക്ക് പാടാറിയാലോ, പിന്നെ നമുക്ക് ഞാനങ്ങനത്തെ അത് ഇഷ്ടപ്പെട്ടു. താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ. പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ ഇന്ന് സരിത പറയുന്ന ഇത് ഇപ്പോൾ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ചിക്കൻ ഹനീദ് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറഞ്ഞു. എന്നിട്ട് എന്ത് വീഡിയോ തുടങ്ങണം സരിത പറഞ്ഞു എന്നിട്ട് തുടങ്ങണം. പിന്നെ എനിക്ക് വല്ല ജ്ഞാനദൃഷ്ടിയുണ്ടാ? നീയല്ല കാര്യം ഞാൻ തന്നെയാട്ടാ പറഞ്ഞേ. അല്ല, അങ്ങനെ ഷോർട്സുകൾ കാണുമ്പോ കണ്ടതാ. ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇത്രത് കുഴിമന്തി. അങ്ങനെ കുഴിമന്തി തന്നെ ഞങ്ങള് വാങ്ങിക്കാറില്ലേ, വാങ്ങിച്ചിട്ടില്ലേ? മഴ ഇപ്പൊ പെയ്യും തോന്നുന്നുണ്ട്. അപ്പൊ എന്നിട്ടാ പറഞ്ഞു വന്നേ അങ്ങനത്തെ ഒരു സാധനം. പേര് പറഞ്ഞ ചിക്കൻ ഹനീദ്. ചിക്കൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കോഴി വാങ്ങിച്ച് കൊണ്ടു വെച്ചിട്ടുണ്ട്, കഷ്ണങ്ങളാക്കിട്ട്. വലിയ കഷ്ണങ്ങളാണ്, ഒരു മീഡിയം കഷ്ണങ്ങൾ മതി, പക്ഷെ നമ്മള് വലിയ കഷ്ണങ്ങളാണ് ആക്കിയിട്ടുള്ളത്. അതെന്നിട്ടാ ചേട്ടൻ മീഡിയം കഷ്ണം എന്ന് പറഞ്ഞപ്പോ അവിടെ കട്ട് ചെയ്യാൻ നിൽക്കുന്ന ബംഗാളിക്ക് മനസ്സിലായില്ല, അയാള് വലിയ വലിയ കഷ്ണങ്ങളാക്കി. കൊറേ വട്ടം പറഞ്ഞു നമ്മള്, പക്ഷെ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കായിരുന്നില്ലേ? ഹിന്ദിയിൽ പറഞ്ഞു, എന്റെ ഹിന്ദി എനിക്ക് മനസ്സിലായില്ല. അതെ, നമ്മള് ഉപയോഗിക്കുന്നത് ഇന്ത്യ ഗേറ്റിന്റെ ബസ്മതി അരിയിലാണ്. 250 രൂപയുടെ അരി കിട്ടിയില്ല ചേട്ടന് പോയപ്പോ. 219 രൂപ. അതെ, ഇന്ത്യ ഗേറ്റുകാര് നമുക്ക് പൈസ തന്നില്ലേ? ഞാൻ ഇത് നിങ്ങൾ വിചാരിക്കും ഇന്ത്യ ഗേറ്റ്. മറയൂർ ശർക്കരനെ കുറിച്ച് നമ്മള് വീഡിയോയിൽ പറഞ്ഞു അവരത് കണ്ടു. അവര് കണ്ടിട്ട് നമ്മളെ വിളിച്ചു. അപ്പൊ നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. നാളെ ഞങ്ങൾ അങ്ങോട്ട് പോവാണ്, നേരിമംഗലത്തേക്ക് പോവാണ്. അതുപോലെ ഇനി ഇന്ത്യ ഗേറ്റുകാര് നമ്മളെ വിളിച്ചാലോ? അപ്പൊ ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹിയിലല്ലേ? അപ്പൊ ഇത് എത്ര 2 കപ്പ് അരി എടുക്കണല്ലേ? ഇത് അല്ല, തീ കത്തിച്ചിട്ട് മറ്റേ പരിപാടികൾ ഞാൻ അരി വെള്ളത്തിലിട്ട് വെക്കിന്റെ ആദ്യം തന്നെ. ചെയ്തോ, അതിന്റെ ഒപ്പം ഞാൻ ഇത് ചെയ്യട്ടെ. ആദ്യം വെള്ളത്തിലിട്ട, ഇത് കഴിഞ്ഞിട്ട് മതി, ഓരോന്നോരോന്ന് കഴിഞ്ഞിട്ട്. അല്ല, അതിപ്പോ കഴുകണത് ഇടണൊന്നും കാണിക്കണമെന്നില്ലല്ലോ. അത് 2 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇനി സരിത അടുപ്പമ്മ ഒരു പാത്രം വെച്ചു. ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കണം. അപ്പൊ ആ മസാല ഉണ്ടാക്കാൻ വേണ്ടിട്ടേ തീ കത്തിക്ക. ഏത് നിമിഷം മഴ പെയ്യൂട്ടാ. അപ്പൊ നമ്മൾ എന്തൊരു ചെയ്യാ? മഴ പെയ്താൽ ഞാൻ റേത്തി ഓടും. അരി ഞാൻ കഴുകാൻ പോണു. ഈ അരി അത്ര മറ്റേ വെളുപ്പില്ലേ സരിത? കണ്ട 219 രൂപ 250 രൂപ എന്ന് പറയുമ്പോ ഒരു 31 രൂപ വ്യത്യാസം എങ്ങനെയുണ്ടെന്ന് അറിയാം നമുക്ക്. പെയ്തു മഴ. അയ്യോ, പെയ്തു. അപ്പൊ ഇത് ഇടണ്ട അല്ലേ? കെടുത്തട്ടെ, തീ കെടുത്തട്ടെ. ഇട് അത് തീ കൊണ്ടോടാം. ഇടറി. എന്നിട്ട് വേണ്ടേ ക്യാമറ പറയും. കോടയിൽ നിൽക്കണ മഴയല്ലത്, കോടയിൽ നിൽക്കണ മഴയില്ല, ഭയങ്കര മഴയാ. ഇല്ല, ആക്കി അപ്പിക്കാതെ ആവാം. ആവണോടത്തോളം പോട്ടെ ഇടറി. എനിക്കൊരു ഭീകരാന്തരീക്ഷം വരണ പോലെ. മറ്റേ ടിസ്റ്റർ സിനിമയിലൊക്കെ കാണുമ്പോൾ അന്തരീക്ഷം കലുഷിതമായി. കുറച്ചുകൂടി നേരം തുടങ്ങിയാൽ മതിയായിരുന്നു. മുഴുവൻ മല്ലി, പിന്നെ അതെ കുഞ്ഞു ജീരകം, അതായത് നല്ല ജീരകം, പിന്നെ കുരുമുളക്, ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് ഇടണ്ടേ. അയ്യോ, മഞ്ഞൾപ്പൊടി എടുത്തിട്ടില്ലേ? അല്ലെങ്കിൽ മഴ പെയ്ത് വരുന്ന സൗണ്ട് കേൾക്കുന്നു. എന്റെ ഡിനോസറൊക്കെ വരുമ്പോഴത്തെ സൗണ്ട് ഇളക്കുണ്ട്. നമ്മള് അരി ഒരു 20 മിനിറ്റ് മുമ്പ് വെള്ളത്തിലിട്ട് വയ്ക്കണല്ലോ. ചതിച്ചു. പോവാം, വാ ഓടാം. ഞാൻ ഓടി വീഴും, എന്റെ ചെരുപ്പ് വഴുക്കണതാ, അതുകൊണ്ട് ഞാൻ ഓടില്ല, നടക്കുള്ളൂ. ഗ്യാസ് ഓഫ്. അയ്യോ, ഇവിടെ ഓഫ് ചെയ്തിട്ടില്ല. എടുത്തുകൊണ്ട് ഓടിക്കോ, അതങ്ങോട്ട് ഓടിക്കോ, ഞങ്ങളുടെ എടുത്ത് വരാം. എന്തൊരു കഷ്ടം. ഇവരെന്തിനാ അഴിച്ചിട്ടപ്പോ? ഇനി വിറ്റങ്ങൾ ഇവിടെ കയറി നേരം കൂട്ടാ. അവരങ്ങോട്ട് കൊണ്ടുപോവാ. ചരിത്രത്തെ കുറച്ച് സാധനങ്ങൾ നാട് എടുത്ത് വെച്ചാ കറയത്തിരുന്ന് ചെയ്യാം. പായ എടുത്തിട്ട് വരാം. പായിരുന്നിട്ടാണ് ചെയ്യാം നമുക്ക്. അവിടെ നിന്ന് ചെയ്യാം, സരിത ഇവിടെ നിന്ന് ചെയ്യാം. ഇവിടെ കാറിലില്ല, മഴയുടെ ഭീകരത.
കലശലായ മഴ കഴിഞ്ഞു. ഞങ്ങൾ അറിയത്തിരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അപ്പോഴാണ് ഇവിടെ നമ്മുടെ കാറ് നമ്മുടെ ബാക്കിലത്തെ 2 ടയറും കൂടി മാറ്റാനായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് ഹോണ്ടയുടെ അവിടെ. അപ്പോൾ ഇവിടെ ഒഴിവാണ്. അപ്പോൾ ഇവിടെ വന്നു. പക്ഷെ മഴ മാറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര ശബ്ദമല്ലേ. മഴയുടെ ഭയങ്കര ശബ്ദം. അപ്പോൾ സരിതായിരിക്കും വീണ്ടും വ്യാപൃതിയായിരിക്കുന്നു. ഈ സാധനങ്ങൾ കണ്ട, ഇത് കണ്ട, ഇതും സരിതയുടെ ഡ്രസ്സ് നോക്കിയാൽ ഒരേപോലത്തില്ല കളർ കോമ്പിനേഷൻ ഭയങ്കര രസമുണ്ടല്ലേ. ഇതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇത് പൊടിക്കണം. അതിൽ മഞ്ഞൾപ്പൊടി ഇടണ, കുറച്ച് മഞ്ഞൾപ്പൊടി. ഡെയിലിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തിരുവണ്ണി വേണം. മതി എന്റെ സമാധാനത്തിന് പൊടിച്ചോണ്ട് പോകുണ്ടല്ലോ ദൈവമേ. അതെ, ചൂട് കൂടിയിട്ടാ. ചൂട് കൂടി പാത്രം ആയി നല്ല മണം. ഇല്ല, ആ മഞ്ഞൾപ്പൊടി ഇട്ട് ഇത് പൊടിച്ചുകൊണ്ടുവരാൻ പോലെ പൊടിച്ചിട്ട് വരാം. പൊടിച്ചിട്ട് വരും. ചിക്കൻ്റെ പീസുകൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടു. ഇതിനൊക്കെ സരിത പറയണ്ട, കുത്താൻ പറയണ്ട്. വലിയ പീസാകുമ്പോൾ ഇങ്ങനെ കുത്താൻ പറയണ്ട് കേട്ടാ. കുത്തിക്കൊണ്ടിരിക്കുന്നു. മതിയില്ലേ? നന്നായിട്ട് കുത്തിയോ? മര്യാദയ്ക്ക് ഞാൻ മീഡിയം പീസാക്കി കൊണ്ടുവന്നോളൊന്നും പിന്നെയും പറഞ്ഞു വിട്ടതാ. ഒന്നും മിണ്ടാണ്ട് ചിക്കൻ വെറുതെ പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ ഒറ്റങ്ങൾ അങ്ങനെ തന്നെ. ഇത് പൊടിച്ചു പോകുന്നുണ്ട് കേട്ടോ. നല്ല മണാണ് ഇതില്ല കേട്ടാ. പൊടിച്ചു പോകുന്നുണ്ട്. മതി, കുത്തിയാ. ആ പൊടിയിലേക്കിരുന്നു. ഒരു മരുന്നിൻ്റെ ഒക്കെ മണല്ലേ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ വിനാഗിരി. ഒരു സ്പൂൺ മതിയാവോ? ഒരു സ്പൂൺ, കുഞ്ഞു സ്പൂണല്ലേ വിനാഗിരി. പിന്നെ ഈ സാധനം പൊടിച്ചിടണം. ഇതെന്താ? മാഗി ക്യൂബ്. ചിക്കൻ മാഗി ക്യൂബ് കേട്ടാ. ആ സാധനം അജിനോമോട്ടോ ചേർന്നതാണ്. ഇത് അത്ര നല്ലതല്ല. പൊടിച്ച് ഇതിൽ നന്നായിട്ട് ഉപ്പുണ്ടാവും. അപ്പൊ അത് കാരണം കൊണ്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഉപ്പ് കൊണ്ടൊന്നും ഒന്നും ആവില്ല ചിക്കനിലേക്ക്. ഉപ്പിടണ്ട തിരി കൂടി. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാ പോരെ. ചേട്ടന് സമാധാനം ഇല്ലെങ്കിൽ ഞാൻ ഉപ്പെടുത്തിട്ടില്ലേന് എടുത്തോണ്ടിട്ടില്ല. നോക്കിട്ടിട്ടാ മതി. ഉപ്പിടുന്നില്ല. അപ്പൊ ഇതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേണം അടുപ്പത്ത് വയ്ക്കാൻ. ഇതിലേക്ക് നോക്കിട്ടാ ഒഴിച്ചോ. അയ്യോ, എന്റെ ഭംഗി കളഞ്ഞു. രണ്ടര കപ്പ് അല്ലേ? ഇനി 1/2 കപ്പ് മതി. മതി മതി മതി, കുഴപ്പമില്ല. വെള്ളം നമുക്ക് എന്തായാലും ആവശ്യമുള്ളതാ. അതെ. ഇനി തീ കത്തിച്ചോ. ഇനി ഇത് വേവിക്കുന്നു. മൂടിയിരുന്നു. അപ്പോൾ അത് വേവണ വരെ ഞങ്ങൾ നമ്മുടെ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. മഴ പെയ്തു. ഈ സമയമായിരിക്കും വസന്തകാലം അല്ലേ? കാരണം എല്ലാതും പൂടുന്നു. അശോകം കണ്ട പൂട്ടു. നമ്മളുടെ ബാക്കിൽ വെച്ചിട്ടുള്ള മറ്റേ ചുമപ്പ് ചെത്തി വെച്ച അന്ന് തൊട്ടത് അങ്ങനെ നിക്കണത്. ഇനി പൂ ഉണ്ടാവില്ലായിരിക്കും വിചാരിച്ചു. പക്ഷെ ഉണ്ടായപ്പോ മൊത്തം എല്ലാത്തുമ്പിലും പൂണ്ട് ചിത്രശലഭങ്ങൾ നിറച്ചു വന്നിരിക്കുക. അതന്നെ നല്ല രസം കാണാൻ. റോഡിൽ വെച്ചേക്കണ ചെത്തി പിന്നെ എന്നും പൂവുണ്ട്. അതൊക്കെ പൂട്ട് തുടങ്ങി. താമസമിന്തേ വരുവാൻ പൂക്കളോട് പാടണ. ചേട്ടൻ പഠിക്കോ? എനിക്കറിയില്ല, അറിയില്ല. നീ പാടേ, പാടിക്കോ. അവിടുന്ന് പാടിക്കോ. വരികൾ എനിക്കും അറിയില്ല. കിട്ടണ പോലെ പാടിക്കോ. നമുക്ക് ഡ്യൂറ്റ് പാടാന്ന്. വായോ മല്ലിക പാടാൻ പാടാം. അത് വരികൾ പഠിക്കാണ്ട് ഒരു ഇതും ഇല്ല. ചേട്ടൻ എന്ന് പറഞ്ഞാലും പറയും വരികൾ അറിയില്ല. ഗേറ്റിന്റെ അവിടെ തന്നെ നിന്നിട്ട് ആ പാട്ട് പാടണം. താമസമെന്തേ വരുവാൻ. മറ്റേതല്ല പാടണ്ടേ? നാഥ നീ വരും ഞാനത് പറഞ്ഞോണ്ടിരിക്കണ ഇവിടെ റെക്കോർഡിയുണ്ട്. ആ സിനിമയിലെ വേറൊരു പാട്ടുണ്ടല്ലോ ഭാർഗവി നിലയത്തില് ഇതുപോലെ കാത്തിരിക്കണത്. അത് പാടാം. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ. എന്താ അവിടെ പോയി നിൽക്കണ ചേട്ടൻ? വാസന്ത പഞ്ചമിയാ പൗർണമിയാ? പഞ്ചമി. ഓ
ഓരോരോ കാലടി ശബ്ദം ഓടി. അയ്യോ ഭയങ്കര രസമുള്ള പാട്ടത്, പക്ഷെ എനിക്ക് വരികൾ അറിയില്ല കേട്ടാ. ഇതിൽ നോക്കി പാടിക്കുക. ആ ഞാൻ വരികൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നോക്കി പാടിക്കോ. നിനക്ക് പാടാൻ അറിയാലോ, പിന്നെ ഇത് തങ്ങി നമുക്ക് ഞാനങ്ങനത്തെ ഇഷ്ടപ്പെട്ടു. വേണ്ട താമസം എന്താ തന്നെ പാടാം. ഹേമന്തയാമിനി തൻ പൊൻവിളക്ക് പൊലിയാറായി മാഗന്ധ ശാഖകളിൽ രാക്കിളികൾ മയങ്ങാറായി താമസമിന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ തളിർമരമിളകി നിന്റെ തങ്കവള കിലുങ്ങിയല്ലോ പൂഞ്ചോലക്കടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ പാലോളി ചന്ദ്രികയിൽ നിൻ മന്ദഹാസം കണ്ടുവല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ. ഈ പാട്ടേ കേൾക്കുമ്പോൾ എന്തിനാന്നറിയോ, നമ്മുടെ മൂക്കിലെ രാജ്യത്ത് മുറിമുഖൻ രാജാവില്ലേ, അതില് എന്നാൽ ബാലകൃഷ്ണൻ അനിയനായിട്ടുള്ള സിദ്ദീഖിനെ അന്വേഷിച്ചല്ലേ. അപ്പൊ ഇവൻ സ്റ്റേജിൽ വന്നിട്ട് അപ്പൊ പാടി കഴിഞ്ഞ് ഇയാളെ കണ്ട വഴിക്ക് ഈ സ്പീഡ് കൂട്ടി താമസം എന്തേ വരുവാന്ന് പറഞ്ഞു. അപ്പോഴേക്കും കൊട്ടുകാരൊക്കെ അതിനനുസരിച്ച് സ്പീഡ് കൂട്ടി ഒറ്റ ഓട്ടണം ഒക്കെ കൂടിയിട്ട് മുണ്ടൊക്കെ ഊരി ഓട്. അത് എപ്പോഴും ഓർമ്മ വരും ഈ പാട്ട് വരുമ്പോ. ഈ പാട്ട് മാത്രല്ല, അതിൽ വേറൊരു പാട്ടുണ്ട്, പേരെന്തിട്ടാ ചോദിക്കുമ്പോ വേണുവൂതും അതന്നെ തന്നെ ഒരു പാമരന പാട്ടുകാരൻ. എന്തൊരു രസമുള്ള പടാല്ലേ. അത് കാണുമ്പോ നമുക്ക് തന്നെ തോന്നുന്നു നമുക്ക് എല്ലാവർക്കും പൊടി വട്ടുണ്ട് അല്ലെ, ഇത്തിരീശ വട്ടുണ്ട്. അതിട്ട് എല്ലാവർക്കും എല്ലാവർക്കും ഉണ്ട്. അതന്നെ ഞാൻ പറയണേ. അപ്പൊ നമുക്കുണ്ടെന്ന് ഒരു ഭ്രാന്ത് വേണം, അപ്പഴാ ജീവിക്കാൻ രസമുള്ളൂ. നമ്മുടെ കൂട്ടാൻ തിളച്ച് പരിപാടി. പാട്ട് കഴിഞ്ഞു, നമ്മൾ തുറക്കുന്നു. കണ്ട ചിക്കൻ 3/4 വേവല്ല വേണ്ട സരിത, നല്ല മണമുണ്ട് കേട്ടോ അതിന്. ജീരകം ചേർത്തിട്ടുള്ള കാരണം നമ്മള് മരുന്ന് കോഴിയൊക്കെ ഉണ്ടാക്കില്ലേ, അതിന്റെ ഒക്കെ ഒരു മണം. ജീരകം കുരുമുളക് വെന്തില്ല ഇത്. സോറി ഇത് വെന്തു. എന്റെ ദൈവമേ, ഒരു പാട്ട് പാടി വിളിക്കുന്നത് ഇത് വെന്താ. നമ്മുടെ ഈ ചിക്കൻ ഇറക്കി വെക്കുന്നു കേട്ടാ. ഇത് നമ്മൾ അടുത്തതായിട്ട് ഈ പറഞ്ഞ സാധനം ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം വെച്ചു. ബിരിയാണി പാത്രം. ബിരിയാണി പോയിട്ട് പിന്നെ കുഴിമന്തി വന്നു. കൊറേ സാധനങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്നിട്ട് വേറൊരു സാധനം ഉണ്ടല്ലോ, കുഴിമന്തി അല്ലാണ്ട് കുഴിമന്തി അല്ലാണ്ട് വേറൊരു സാധനം ഉണ്ട് ചേട്ടാ. ഇത് ഈ കോഴി കഷ്ണങ്ങളിലേക്ക് എടുത്ത് വെക്കുന്ന മാറ്റിക്ക. വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഇത് കോഴി കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് മാറ്റിക്കുന്നു. ഉണ്ടാക്കിയവരൊക്കെ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറയണത്. ഈ സാധനം
പക്ഷെ എനിക്ക് ഇതിലത്തെ ജീരകത്തിന്റെ മണടിക്കുമ്പോഴേ ഇത് എന്താവാ. മാറ്റി വെച്ചു കേട്ടോ. പാത്രം ചൂടായി നമ്മൾ ഓയിൽ ഒഴിക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് വേണ്ടത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നു. ഇത് എന്തിന് ഇത്ര എടുത്താണ്? നിനക്ക് വറക്കാനാണ്ട് വേണ്ടിയിരുന്നു പറഞ്ഞിട്ട്. പക്ഷെ ഇത്ര ഒന്നും വേണ്ട. അടച്ചു. നമ്മുടെ അരി ഊറ്റി വയ്ക്കാം. ഒരു 10-25 മിനിറ്റായി ഇത് വെള്ളത്തിലിട്ട് വെച്ചാണ്. ഊറ്റിട്ട് വരാം. ഈ ഓയിൽ ചൂടായിലേക്ക് ഒരു 2-3 ഗ്രാമ്പു പിന്നെ 2 ഏലക്കായ ഇട്ടു. ഇതിലേക്ക് 2 സബോള അരിഞ്ഞത്, അരി ഊറ്റി അവിടെ ഒരു അപ്പുറത്തതിൻ്റെ പന കിട്ടുന്നില്ല. ഇതപ്പുറത്ത് കണ്ടേ നമ്മുടെ വീടിൻ്റെ അതിർത്തിയിൽ കണ്ട നമുക്ക് ദോഷകരമായി ഏക്കാവുന്നൊരു മരം. ശ്രദ്ധിച്ച് നടന്നോട്ടാ ബൾക്കൂട്ടാ. പന വേട്ട പന. അതേ ആള് ബംഗാളി എന്തുകൊണ്ട് പന വെട്ടാന്ന് പറഞ്ഞപ്പോ എന്തുട്ടാന്നറിയില്ല. ഞാൻ എന്തോ പറഞ്ഞു ഒക്കെ ഞാന്ന് മറുപടി പറഞ്ഞ ആള് പന വെട്ടാന്ന് ചോദിച്ചു. അപ്പൊ ആള് ബംഗാളി ഇങ്ങടാ, ആൾക്കൊന്നും അറിയില്ല. ആളാന്ന് പറഞ്ഞു. മനസ്സിലായ പോലെ ഞാൻ തലയാട്ടി. ആളാന്ന് പറഞ്ഞിട്ട് ചേട്ടന് മനസ്സിലായില്ലേ? അല്ല, രണ്ടുപേർക്ക് മനസ്സിലായ പോലെ ഞങ്ങൾ രണ്ടുപേരും തലയാട്ടി. ഇത് സവോള ആയിട്ടാ. അപ്പൊ ക്യാപ്സിക്കാണ് ഇനി ഇടണേ. ശരിക്കും ഒരു പച്ച ക്യാപ്സിക്കാണ് എല്ലാത്തിലും കണ്ടിട്ടുള്ളൂ ഇടണത്, പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ട്. 3 കളറ് വേറൊരു പാചകത്തിന് വേണ്ടി വാങ്ങിയിട്ട് മറ്റേത് 2ന്റെ ഒരേ കഷ്ണം ഇരിക്കുന്നുണ്ട്. 3 കളറ് ക്യാപ്സിക്കം ഇട്ടു. വേറെന്നോടൊപ്പം വെച്ച് കാണാം അല്ലേ? അതെ, കാണാൻ ഒരു ഭംഗിയുണ്ട്. ഇപ്പൊ ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടു. ഇതിന്ന് കുറച്ചൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേ ഇതിലേക്ക് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിലിനി വേറെ ഒന്നുമില്ല കേട്ടാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, വേറെ ഐറ്റംസ് ഒന്നും ഇല്ല. അപ്പൊ നമ്മൾ ഈ ചിക്കൻ വേവിച്ച വെള്ളല്ലേ അത് നമ്മള് അളന്നൊഴിക്കാൻ കേട്ടാ. ഒത്തിരി പൊക്കി എന്റെ കൈ ചൂടാവണം. ഇതൊക്കെ പറയണ്ട, അങ്ങനെ പിടിക്കില്ലേ? അയ്യോ ഇതേ പോണ്, പുറത്തേ പോണ്. ഓക്കെ, മതി. ഒരു പാത്രം, 2 പാത്രം. 2 കപ്പ് അരി ഉള്ളത് കൊണ്ട് 4 കപ്പ് വെള്ളം വേണം. ഞാൻ കയ്യുമ്മലിക്ക് ആവി വന്നിട്ട് പാടില്ലാന്ന് ഞാൻ ഒഴിച്ചതൊക്കെ ഒഴിച്ചോ. അതെങ്ങനെയാ ചേട്ടൻ ആദ്യം കൊണ്ട് ഒഴിക്കലും ഇത് പിടിക്കലും കൂടിയിട്ട് പറ്റുമോ? പറ്റില്ലല്ലോ. 4 പാത്രം വെള്ളം ഒഴിച്ചു. ഉപ്പിടാം. ഉപ്പിട്ടിട്ട് ഉപ്പിട്ടിട്ട് വെള്ളം ഇടാമോ? അല്ല, ഉപ്പിട്ടിട്ട് അരി ഇടാം. അതിൽ ഉപ്പ് നോക്കൂ ചേട്ടൻ. ഇപ്പൊ ഉപ്പ് നോക്കില്ല, തിളച്ച് കഴിഞ്ഞിട്ട്. അപ്പൊ എന്തോരം ഉപ്പിട് തിളക്കട്ടെ, എന്നിട്ട് എല്ലാം അരി ഇടാ. അപ്പൊ ഉപ്പിട്ടോ, കുറച്ച് ഉപ്പിട്. കുറച്ച് ഉപ്പിടുന്നു, തിരുണ്ടി ഉപ്പിട്. ഇട്, പേടിക്കണ്ട കേട്ടോ. മതി, അതും പോരാ. ചേട്ടൻ ഇങ്ങനെ പറയുമ്പോ നെടുമുടി പറയില്ലേ, കഴുത്ത് വിട്ട് ഇതിനും കൂടി ഇറക്കി വിട്ട് ഇങ്ങനെ തിളക്കട്ടെ. അക്കരയില് അത് ഓർമ്മ വരും. തിളക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കഴിഞ്ഞാൽ സാധാരണ മറ്റേ നമ്മള് വെക്കണ മറ്റേ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയി മാറൂല്ലേ? അതായിരിക്കും. പിന്നെ മല്ലിയില, പുതിനയില, സാധനങ്ങളില്ല. ഇതെവിടുത്തെ രാജ്യക്കാരിയാ? അറേബ്യൻ. ഭാര്യനോടത്ത് വെച്ച് കാണാം. ഉപ്പില്ലേ വെള്ളത്തില്? അല്ല, ഇല്ലാന്ന് പറഞ്ഞാൽ കുറവാണ്. ഇതിലൂടെ ഉപ്പിട്ടു. ചിക്കനിലൊന്നും ഉപ്പ് ചേർത്തില്ലല്ലോ. അരി ഇടട്ടെ? അരി ഇടട്ടെ? അപ്പം മതിയായിണ്ടാവില്ല ഉപ്പ്? നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മുന്നിൽ നിൽക്കണ്ടെന്ന് നോക്കിയാൽ മതി ഇല്ലേ? ഇതേ അരി ഇടണം കേട്ടോ. അരിക്ക് പ്രത്യേക കളറായിരിക്കില്ലോ അവന്. ഇനി എനിക്ക് വേറൊരു സാധനം ഇല്ല. അല്ല, നെയ്യ് ഇനി തിളച്ച് കഴിഞ്ഞിട്ട് മൂടിയതല്ലേ? ചിക്കനിൽ ഇത്തിരി കൂടി കുരുമുളകും, ചിക്കനിൽ എനിക്ക് തോന്നുന്നു ഉപ്പ് ഉണ്ടാവില്ല എന്ന് തോന്നുന്നുണ്ട്. മറ്റേ മാഗി ക്യൂബ് മാത്രമേ ചേർത്തുള്ളൂ. കുറെ വെള്ളത്തിലല്ലേ വേവിച്ചേ, അതാരും ഉപ്പുണ്ടാവും. നോക്കി നോക്കിയേ, ഉപ്പുണ്ടാവില്ലേ? കുരുമുളക് പൊടിയും ലേശം ഉപ്പും കൂടി പരത്തിയിട്ട് വെച്ചിട്ടേ. ഉപ്പ്
അത്യാവശ്യം ഉണ്ട്, എന്നാലും ഇത്തിരി ഉപ്പും കൂടി വേണം. കുറച്ചുകൂടി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേണം ഇനി അത് വറക്കാൻ. രസമുണ്ടത്. അത് വേവിക്കണ സമയത്ത് ഉപ്പിട്ടിരുന്നു വെച്ചെങ്കിൽ ഇപ്പൊ ഉപ്പിന്റെ ആവശ്യമില്ല, അപ്പൊ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് വറക്കാം. അല്ല നമ്മളെ മാഗി ക്യൂബ് ഇട്ടില്ലേ, അതിന്റെ ഉപ്പാണ്. അതേനെ ബാക്കിയുള്ളവരൊന്നും ഉപ്പിടുന്നില്ല, എന്താ വെച്ചാ 2-3 ക്യൂബ് ചേർക്കണ്ട അവര്. നമ്മൾ ഒരെണ്ണം ചേർത്തല്ലോ, ഒരെണ്ണം മതി വെച്ചിട്ട് അത് അത്ര നല്ലോന്നല്ലല്ലോ. അജിനോമോട്ടയാണ് തിളച്ചു മൂടാറയ്യാ. മൂടി വെച്ചോ, മൂടണം കേട്ടാ. വേവട്ടെ. ചിക്കൻ നമ്മൾ ഈ പാത്രത്തേക്ക് ഇടണം. കുറച്ച് ഉപ്പ് ഇതിക്കിടണം കേട്ടാ. കുറച്ച് കുരുമുളക് പൊടി ഇടണം കുറച്ച് കേട്ടോ. ഇനി പറ്റണ്ട, അത് വെറുതെ അതുകൊണ്ട് ഇളക്കിയാൽ മതി. ഒന്ന് ഇളക്കി വയ്ക്കണം, കൈ കൊണ്ട് ആക്കണം തരുതേ, നല്ല ശരിയാവുള്ളൂ, നല്ല നമ്മൾ പിടിക്കുള്ളൂ ഉപ്പ്. മിനിറ്റ് കൈ കിട്ടെ ആയിട്ടുണ്ടല്ലോ. ആക്ക് തിരുമ്പ് നല്ലതാണല്ലോ. മാംസം വിട്ടു പോന്നു തുടങ്ങി. മതിയില്ലേ? മതി. ഇത് ആയി കഴിഞ്ഞിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറക്കും, ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യും. ആകെ ഒരു ബർണറുള്ളൂ, അത് കാരണം ഒരെണ്ണം കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇത് വറക്കായിരുന്നു. അയ്യോ മറ്റേ അടുപ്പ് എടുക്കായിരുന്നു. കുഴപ്പമില്ല, ഇത് എന്തിട്ട് മതി. കൈ അകത്ത് പോയി കഴുകിട്ട് വരാട്ടാ. ചാർലി രണ്ടുപേരും വരൂ 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 വരൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ല് തരും കേട്ടാ, രണ്ടുപേർക്കും എല്ല് തരാട്ടാ. സിറ്റ് ഡൗൺ ഇരിക്കുവോ, പറഞ്ഞനുസരിക്കുവോ? ചാർലി. ഇമ്രാൻ എന്തൊരു വിഷാദഭാവം. എന്താ വിഷാദം അവൻ്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു. പാവം ഇമ്രാൻ. ഇമ്രാൻ ഇരിക്കും, ഇപ്പോഴാണ് ഇരുന്നോട്ടോ അവിടെ. നല്ല അനുസരണശീലം. പറഞ്ഞിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴാണ് ഇമ്രാൻ കേട്ടാ ഇടുന്നു. അതിന് മനസ്സിലാവണ്ടിരിക്കാനാ പറഞ്ഞത്. അതിന് മനസ്സിലാവുന്നുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഇതൊക്കെയേ ചാർലി നിൽക്കണം. ചാർലി കണ്ണുകൾ കൊണ്ടുള്ള കളികളാണ് കേട്ടാ. കണ്ണുകൾ ഒരു അണ്ണാറ കണ്ണനെ കണ്ടുണ്ട് ചാർലി, അതിന് അവിടേക്ക് നോക്കരുത്. അതെ, അതിന് പിടിക്കാൻ പോണു. ഇപ്പം പിടിക്കാം കാക്കനെ. ഒരു കാക്കയെ പോലെ അതിർത്തി കടത്തില്ലേ ഇടയ്ക്ക്. നമ്മുടെ കാവൽ നായ്ക്കളാണ് ഇവർ രണ്ടുപേരും. പിന്നെയുള്ള കാവൽ നായ്ക്കൾ തീരാണ് ഇവര്. ക്യാമറകൾ കണ്ട, നമ്മുടെ ക്യാമറ കണ്ടിട്ടേ മറ്റേ പ്രേമനും ശശിയൊക്കെ പറഞ്ഞത് എന്തൊരു ക്ലാരിറ്റിയാന്ന്. ആ പട്ടികളെ ഓടുന്ന ഭാഗല്ലേ, ഇത്രയ്ക്ക് അകലേക്ക് നോക്കിയാൽ ഇവിടുന്ന് അത്രയ്ക്ക് അകലേക്ക് കിട്ടുന്നത് നല്ല ക്ലാരിറ്റിയാന്ന്. അപ്പോൾ നമുക്ക് സന്തോഷമായി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെച്ചത് മോശമായില്ല, സൂം ചെയ്യുമ്പോൾ നല്ല വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട്. ചോറ് ഇളക്കാം അല്ലേ? തീ കുറയ്ക്കേണ്ടി ഒരു സരിത നോക്കട്ടെ. നന്നായി സിമ്മിൽ കേട്ടോ, വേവട്ടായിരിക്കും. വെള്ളം പറ്റുന്നത് കൂടിയിട്ട് കറക്റ്റ് ആകും തോന്നി വിചാരിക്കില്ല. ചെറിയ തീ മതിയില്ലേ? ചെറിയ നേര് തീ മതി. നേര് തീയില്ല കേട്ടോ. ഇനി നമ്മുടെ ചോറ് നോക്കിയേ കണ്ട, നമ്മൾ ആവശ്യത്തിന് ഇതായിട്ടുണ്ട് കേട്ടാ. ഇനി ഇത് നമ്മൾ ഇറക്കി വയ്ക്കാൻ പോണേ. വെന്തുണ്ട് നോക്കിയേ, നല്ല ടേസ്റ്റാ. കഴിച്ചു നോക്കിയപ്പോഴേക്കും ഞങ്ങൾ നേരത്തെ കഴിച്ചു നോക്കി, അടിപൊളി ടേസ്റ്റ് അല്ലേ? വെന്തു. അപ്പോൾ ഇവനെ ഇറക്കി വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ ചെയ്യണം ചെറുതായിട്ട്. അപ്പോൾ ഈ ചിക്കനെ ആദ്യം തന്നെ നമ്മൾ മാറ്റിയിട്ട് ഇതിലേക്ക് പാത്രം കഴുകണ്ടേ? ഇതിലേക്ക് ഒഴിക്കാൻ പോലെ ഇപ്പോൾ ഓയിൽ ഒഴിക്കാമല്ലോ. പാത്രം നടപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് വറക്കണം അല്ലേ സരിത? കുറച്ച് ഓയിൽ ഒഴിച്ചോ. അധികം വലിയ ഇതിൽ വറക്കണില്ല, ഭയങ്കരമായിട്ട് ചെറുതായിട്ടൊരു ഫ്രൈ. അപ്പോൾ അത്രയ്ക്ക് മതി. നമ്മുടെ ഇതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോഴും നമ്മൾ ചിക്കൻ വയ്ക്കാൻ കേട്ടോ, വെറുതെ ഒന്ന് വറക്കണം. ചെറിയൊരു പൊട്ടിത്തെറികൾ സരിത വെള്ളത്തിൻ്റെ ആണല്ലേ? കറക്റ്റ് കൊള്ളും. അവരെ അഡ്ജസ്റ്റ് ചെയ്തായാലോ മതി. മൂടി വയ്ക്കണ്ടല്ലോ? ഇല്ല, ഇനി അത് ഫ്രൈ ആവണനുസരിച്ച് മറച്ച് തിരിച്ചിട്ട് കൊടുത്തിട്ടേ തീ കുറയ്ക്കാം. മീഡിയം തീ മതി. വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്നാലും അത് കഴിഞ്ഞിട്ട് ഈ സാധനം എടുത്തിട്ട് അരിക്കി വയ്ക്കും. മേലെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ചും കൂടി സമയം കൂടി ഒന്ന് സിമ്മിൽ വെക്കും.
ടേസ്റ്റ് ഉണ്ട്. ചോറ് ഭയങ്കര ടേസ്റ്റ് ആട്ടാ. ഞാൻ സ്വല്പം പണിയൊന്നുമില്ലേ അല്ലേ? വലിയ പണിയൊന്നുമില്ല, അധികം സാധനങ്ങളും ആവശ്യമില്ലേ. ഞാൻ ആ ജീരകട്ടിട്ടുള്ള കാരണം, നല്ല ജീരകട്ടിട്ടുള്ള കാരണം അതിന്റെ മണം വരാവോ, ടേസ്റ്റ് കുറവ് വരാ. ജഗ് വരില്ല. ജഗ് സ്കൂൾ വിട്ട് വരുന്നോട് കൂടിയിട്ട് ഇത് കഴിക്കുന്ന ടൈമാ. ജഗ് സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തന്നെ കറക്റ്റ് ഇത് കഴിക്കുന്ന ടൈമാ. അത് ചെറുതായിട്ട് മറച്ചിട്ടാ. ഇങ്ങോട്ടാ മുളക് പൊടി ഇല്ലേ, മല്ലിപ്പൊടി ഇല്ലേ, അങ്ങനത്തെ മുഴുവൻ മല്ലി ഇട്ടു. മുഴുവൻ മല്ലി ഇട്ടില്ലല്ലേ? അയ്യോ സോറി. ചിക്കൻ കാണാൻ ഒരു ഭംഗിയുണ്ട്. രണ്ടാൾക്കും ബിസ്ക്കറ്റ് വേണോ? മഴ പെയ്തില്ലേ? ഈ ചിക്കന് ഇത്ര നല്ല മണം വരാൻ സാധ്യത ബിസ്ക്കറ്റ് വേണം നോക്കിയേ. നോക്കണ പോലെ അല്ലെങ്കിൽ ബിസ്ക്കറ്റ് വേണം. എന്റെ അടുത്ത് ഓടി വരുന്ന ആൾക്കാരാ. കല്യാണ മന്ത്രത്തില് ശങ്കരാടിയും ഇന്നസെന്റും കൂടിയിട്ട് ശ്രീനിവാസന്റെ വീട്ടിലല്ലേ അപ്പൊ ചായ കുടിക്കാൻ നമ്മളെ ഈ വൈകുന്നേരം നേരത്തെ ഈ സമയത്ത് ചായ ചിക്കന്റെ മണം ബിസ്ക്കറ്റ് വേണോന്ന്. രണ്ടാളോട് ബിസ്ക്കറ്റ് വേണം ചോദിക്കുമ്പോഴേക്കും ഓടി വരും. നമ്മുടെ ഈ ചിക്കൻ നോക്കിയാ ഇങ്ങനെ ഫ്രൈ ആയിട്ടാ. അപ്പൊ നമുക്കിത് ഇറക്കി വയ്ക്കാം. സരിത ആ സാധനം മുകളിൽ വയ്ക്കുന്നുട്ടാ. തീ വളരെ സിമ്മിലാക്കിയിട്ട് വെള്ളം വീഴല്ലേ. അയ്യോ, ഇനി ചിക്കൻ ഓരോ പീസുകളായിരിക്കും എടുത്തിടാം. ഇനി മുകളിൽ വയ്ക്കണം. ഇതാണ് ഈ ചിക്കൻ ഹനീത്ത് അല്ലേ? എനിക്കത് പേരറിയില്ല, പേരറിയില്ല. നായ്ക്കളവിടെ എവിടെ കുറയ്ക്കുന്നുണ്ടല്ലോ. ഇനി മൂടി വയ്ക്കുന്നുട്ടാ. ഇനി മൂടി വയ്ക്കുന്നുട്ടാ. ഒരു 10 മിനിറ്റ് തരാം. കുഴിമന്തിയിലെ പോലെ പുകയ്ക്കലൊന്നുമില്ലത്. കുഴിമന്തി 10 മിനിറ്റ് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരമായിട്ടാ നമ്മൾ തുറക്കണം. നല്ല മണം വരുന്നുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഇടാത്ത കാരണം എന്തോ ഒരു വിങ്ങല് മനസ്സിൽ. അതെ, അടിപൊളിയില്ലേ? നമ്മൾ അടക്കല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അങ്ങനെ നമ്മുടെ പണി കഴിഞ്ഞു. നമ്മൾ ഇതിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പോകണം. ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചത് ഈ ഒന്നാട്ടാ കൂടുതൽ ആകാശം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കും. ഇവിടെ കസേര വന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ കസേര വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എടുക്കാം. ചരിത എന്തിട്ട് ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ഇത് എടുക്കട്ടെ. ഞാൻ അവിടെ ഇരുന്നിട്ടാ കഴിക്കാൻ പോണെന്ന് മനസ്സിലായി. ചാർലി ഇവിടെ കിടന്ന് പറഞ്ഞ ആളതേ കസേര അവിടെ പോയിരുന്നു. ചേട്ടാ അത് ശരിയാ. 2 കഷ്ണം എടുക്കട്ടെ. ഞാൻ പറഞ്ഞേനൊന്നല്ല, ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. അതാ മറുപടി കേട്ടാ അറിയാം. ഞാൻ കേട്ടു. നിനക്ക് കൂടി ഇതിൽ തന്നെയാണ്. ഞാൻ എനിക്കുള്ള എടുത്തോണ്ട്. അതെ ശരി. ചേട്ടന്റെ കൂടെ കഴിക്കുന്ന പരിപാടി ഞാൻ നിർത്തി. നമ്മളൊന്ന് ആസ്വദിച്ച് കഴിക്കാൻ വേണ്ടിട്ട് ചൂടാറി വരുമ്പോഴേക്കും അത് കഴിയും. കോഴി കഷ്ണം എടുക്ക്. കോഴി കഷ്ണം വേണോ? എടുക്ക്, ചെറുത് എടുത്തോ. വേണമെന്നില്ല. നിനക്ക് വേണമെങ്കിൽ വേണ്ട. പിന്നെ സർലാസ് ഉണ്ടാക്കിട്ടാ ഞാൻ തുണ്ട് എടുത്തിട്ട് പോയാ പോരെ അവിടെ വെക്കാൻ വേണ്ടി വരല്ലെങ്കിൽ. ഇതിന്റെ കൂടെ എന്തിട്ടാണാവോ സർലാസ് ഒക്കെ കഴിക്കാവോ? നമുക്ക് വെച്ച് കഴിക്കാം. അയ്യോ ചാർലി ഞങ്ങള് അങ്ങടെ വരുന്നത് മനസ്സിലായില്ല. അപ്പൊ സരിത ഇവർക്ക് നമ്മള് ഷൂട്ടിങ് തുടങ്ങണ എന്റെ മുന്നേ ഇവർക്ക് രണ്ടാൾക്കും വയറ് നിറച്ചതും ചിക്കൻ കൂടി ചോറ് കൊടുത്തിട്ടാണ് ഇരിക്കണേ. കഴിക്കാൻ പോണ കേട്ടാ. അതിന്റെ സാധനം കൊഴപ്പില്ല. തലപ്പാക്കട്ടിട്ട് ഒരു കിണത്തിൽ പെട്ടിട്ട് ഇത് കഴിക്കുമ്പോ ചോറ് കഴിക്കുമ്പോ അതിന്റെ ടേസ്റ്റ് അല്ല. എനിക്ക് ചിക്കൻ കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ട്, ചോറും ടേസ്റ്റ് ഉണ്ട്. അത് പിന്നെ ഈ അരി കേട്ടാ ടേസ്റ്റ് കൂടുതലേ ഈ അരി. ഓ തുടങ്ങി അരി 219 രൂപ വരെ അരി. അപ്പൊ ഈ അരി തന്നെ വേവിച്ച് കഴിച്ചാ പോരെ. ഈ കഷ്ടപ്പെടണ ചേരുമ്പടി ചേരുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്. അപ്പൊ അരിയുടെയാന്ന് മാത്രം പറയരുത്. അല്ല, അരി ഒരു ഘടകം. അപ്പൊ കുഴപ്പമില്ല, അടിപൊളി. ചിക്കൻ തിരുമണി ചെറിയ കഷ്ണങ്ങളാക്കിയാൽ കൂടുതൽ നല്ലത്. ചിക്കൻ കഴിച്ചോട്ടെ. കുഴപ്പമില്ല. നിനക്ക് പിന്നെ ഏത് ലെവലിലേക്ക് എത്തണം? അല്ല അതിന്റെ ഉള്ളിലേക്കൊന്നും ചിക്കൻ്റെ അത് വലിയ പീസായി തന്നെ. അപ്പൊ നിർത്താം.
അപ്പൊ ഞങ്ങള് ഇതുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് കഴിക്കില്ല. ജഗ്ഗു വന്നിട്ട് കഴിച്ചിട്ടുള്ള അഭിപ്രായം കാണാട്ടാ. അവൻ വന്നിട്ട് അവന് കൊടുക്കുമ്പോ അവൻ പറയും, എന്നിട്ട് പറയാവോ ഇനിയാണോ ചിക്കൻ ഹനീത്, അയ്യോ കണ്ണിങ്ങനെ ആക്കണം ചോദിക്കുമ്പോ